ആ ചക്കകത്ത് കൂട്ടാൻ വയ്ക്കാനാ മോൻ്റെ പറ ആ ചക്ക അടുത്ത് കൂട്ടാൻ മതി. പിന്നൊന്നും ചിന്തിച്ചില്ല. അപ്പം തന്നെ ചേട്ടനെ വിളിച്ച് ഒരു ചക്ക ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ചേട്ടനും റെഡി. നമ്മൾ ഈ ഇടയ്ക്ക് ചെയ്യിച്ചതാണ് ഇത്ര നീളമുള്ള ഒരു തോട്ട. ഈ മാങ്ങ അടക്കാനും ചക്ക അടക്കാനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ തന്നെ ഒരെണ്ണം ചെയ്യിച്ചു. വേണ്ട വേണ്ട, അത് വിളഞ്ഞില്ല. വേണ്ട, അവിടെ ഒരു ചക്കയുണ്ടേ. ഇത് റെയറാണ്, എപ്പോഴും കായ്ക്കൂല. പക്ഷേ ഇത് മറ്റേ KCB വന്ന് കട്ട് ചെയ്ത് വിടും കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഒരു ചക്ക കിട്ടില്ല. പക്ഷെ കിട്ടുന്ന ചക്ക വലിയ ചക്കയാണ്. ഇത് നില്ലേ എവിടെ ഏത് വേണ്ട, അതിൻ്റെ ഇടയിലൂടെ ഒരെണ്ണം വിളഞ്ഞ് നിൽക്കുന്നു ചോദിച്ചേ. വീഴേ ഉള്ളൂ. ഇപ്പം എല്ലാം കൂടെ ഇപ്പം വീഴ് നോക്കിയേ. കുഞ്ഞ് മാറിയില്ല, എൻ്റെ മൂട് ഉള്ളൂടാ. അയ്യോ, എൻ്റെ ചക്ക മുഴുവൻ പോയി. നോക്ക് എത്ര ചക്കയെന്നറിയോ. എപ്പോഴും ഇങ്ങനെ ആന്നേ, ഒരു ചക്കയായിട്ട് നമുക്ക് ഇടാൻ പറ്റൂല. കാര്യം ഇതാണ് നല്ല വിളഞ്ഞ ചക്ക. ഇത് മുണ്ടച്ചക്കയാണ് കേട്ടോ, മുണ്ടപ്ലാവ്. ചക്കതാ നിറയണ്ടേ, പക്ഷെ പറിക്കാൻ പറ്റില്ല. വേണ്ട 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 വേണ്ട, ചക്കയ്ക്ക് വേണ്ടി ഒന്ന് നിൽക്കണണ്ട. ഇനി ഈ ചക്കയും തിന്നിട്ടേ അവർ പോവുള്ളൂ. വേണ്ട, അവർ തന്നെ ചക്ക എടുക്കും. അമ്മ ഒരു ജോലിയും ചെയ്യൂല. പക്ഷെ ചക്ക വെട്ടിയ ആ ചക്ക കൊണ്ടുവന്ന് ഭദ്രമായിട്ട് ഇറക്കുന്നിടത്തൊക്കെ വെച്ചിട്ട് പിന്നെ ഇത് പാകമാവണവരെ അതിൻ്റെ മൂട്ടിൽ നിന്ന് മാറില്ല. ഇതാ കൊണ്ടുപോകണണ്ട. തൂത്തോണ്ട് ഇത് തന്നെ തൂക്കാൻ സമ്മതിക്കേണ്ടത്. ചക്ക എടുത്തോണ്ട് പോകണം. പോക്ക് നോക്കി. ഇനി ഈ ചക്ക വെച്ച് തിന്നിട്ടല്ലാണ്ട് അവർക്ക് സമാധാനം വരില്ല. അതാണ് മുതൽ. ഈ ഇവിടെ വെച്ചിട്ടാണ് ചക്ക ഇറുക്കുന്നത്. ലഡിക്ക് അവരുടെ പുറകിൽ നിന്ന് മാറൂല. ലഡിക്കിയുടെ പെറ്റാണ് അമ്മ. അമ്മയുടെ പെറ്റാണ് ലഡിക്ക്. ഇത് വേണ്ട, വേറൊരു ഐറ്റം കണ്ട. ഇത് ലഡിക്കിയുടെ അമ്മ മിക്കി. രണ്ടും ഇവിടെ പുറകിൽ നിന്ന് മാറില്ല. കാണിക്കുന്ന വേലാണ്ടാ. ഇനി ഇത് തന്നെ ഈ ചക്ക അടുപ്പത്താകുന്നത് വരെ തിന്നുകൊണ്ടിരിക്കും. ഞാൻ ചക്കയുടെ പൂഞ്ചറത്തിട്ട് മാറ്റി വെച്ചതാണ്. നമ്മളിതിന് പൂഞ്ചെന്നാണേ പറയണേ. നിങ്ങളെന്താണെന്ന് അറിയത്തില്ല. ഇത് നല്ല തോരൻ വയ്ക്കും, നല്ല ടേസ്റ്റാണ്. അമ്മ അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി. ചോദിക്കൂല്ല, പറച്ചിലുമില്ല, എടുത്തു. പിന്നെ ഒരു സ്വാതന്ത്ര്യം ഉണ്ട്, എടുത്ത് തിന്നാമെന്നുള്ളതേ. പിള്ളേരാണെങ്കിൽ പക്ഷേ പേടിക്കും. അവർ ചോദിക്കാതെ എടുക്കില്ല. അമ്മ ഒരു ചുള തരുമോ ചോദിച്ചിട്ട് എടുക്കുള്ളൂ. അവരെടുത്തോണ്ട് പോവും. എപ്പോഴാണ് ഞാനിങ്ങനെ നിർത്തി വെച്ചാലും അമ്മ ഇങ്ങനെയാണ്. അതിൽ നിന്നൊരു വലിയ പീസും ഒക്കെ എടുത്ത് ഒരറ്റത്ത് കൊണ്ടുവച്ചിരുന്ന് ഒക്കെ ചവച്ചുകൊണ്ടിരിക്കും. വീഡിയോ എടുക്കുന്ന കാര്യമൊന്നും നന്ദപ്പനും കുഞ്ഞമ്മയും അറിഞ്ഞില്ല. അവർ കളിക്കുകയാണ്. ഹണി വെളിയിലുണ്ട്. ഹണിയുടെ കൂടെ അങ്ങ് ആർമാദിക്കുകയാണ്. ഈ ഹണിയും അമ്മയും എപ്പോഴും ശത്രുക്കളാണ് കേട്ടോ. ഈ ഹണി അമ്മ എവിടെ ഇരുന്നാലും പോയി അമ്മയും ചുണങ്ങടിക്കും. അമ്മയ്ക്കാണെങ്കിൽ തൊട്ട് അത് ഇഷ്ടമില്ല. അമ്മയ്ക്ക് അമ്മയുടെ പെറ്റായിട്ടുള്ള കുറച്ച് പേരുണ്ട്. ലക്കി, മിക്കി, അവരൊക്കെ എന്ന് വെച്ചാൽ അമ്മയുടെ അടുത്ത് കാമായിട്ടിരിക്കും. അങ്ങനെയുള്ളവർ അമ്മയ്ക്ക് ഇഷ്ടമാണ്. ഈ വിരളി കാണിക്കുന്നവർ അമ്മയ്ക്ക് ഇഷ്ടമല്ല. കുഞ്ഞിപ്പെണ്ണ് കണ്ടോ വന്ന് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്നത്? നന്ദപ്പനും കുഞ്ഞിപ്പെണ്ണും ചോദിച്ചേ കഴിക്കുള്ളൂ. എൻ്റെ നിന്ന് എടുത്ത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം അമ്മയ്ക്ക് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അമ്മ ചക്കയൊക്കെ അടക്കുമായിരുന്നു. ആരാ അമ്മ? എന്നെ നോക്കി പറ. ആരാ? എൻ്റെ അമ്മ അടുത്ത് കൂട്ടാൻ വയ്ക്കുമായിരുന്നു. അത് ദിവസം കൂട്ടാൻ വയ്ക്കുമ്പോ ദിവസം വയ്ക്കുവോ? എന്നും ചക്ക വയ്ക്കുവോ? എങ്ങനെ വയ്ക്കണ? കറി വയ്ക്കുവോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കറി വയ്ക്കണേക്ക്? കറി വയ്ക്കുവോ? എന്നിട്ട് എന്തിനു കറി വയ്ക്കണ ചക്കയുടെ കൂടെ? മീനാ? എന്നും ചക്ക വയ്ക്കുവോ? അങ്ങനെ ഒരു ചക്ക കാരണം അമ്മയുടെ കുറച്ച് ഓർമ്മകൾ തിരിച്ചു കിട്ടി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിന് മാച്ചായിട്ട് വരുന്ന സീൻസ് വരുമ്പോൾ അമ്മയ്ക്ക് പഴയ എന്തെങ്കിലുമൊക്കെ മെമ്മറീസ് ഓർമ്മ വരും കേട്ടോ. അതിരുന്ന് എന്നോട് പറയും. എന്നോട് മാത്രമേ പറയുള്ളൂ, മോനോടൊന്നും പറയാറില്ല. ഉണ്ടല്ലേ അപ്പൂപ്പൻ വയ്ക്കൂലേ ചക്ക? അപ്പൂപ്പൻ തിന്നൂലേ? തിന്നോ? കൊണ്ടുപോ, കൊണ്ടുപോ, കൊണ്ടുപോടി. പറഞ്ഞാ കേക്കണ ഏതെങ്കിലും ഉണ്ടായി വീട്ടില്? കറി വെക്കാൻ കിട്ടോ? അച്ചാമ്മയും ചെറുമോളും കൂടാ കറി വെക്കണം.
വാരി പറക്കി തിന്നാ. ഇനിയുണ്ട്. എവിടെ ഉണ്ട് ചക്ക? ഒഞ്ഞാണൊക്കെ എന്നെ കൊണ്ട് വയ്യ. ഇത് ഇറങ്ങി വെച്ച് തരാം. എല്ലാം പച്ച തിന്നിട്ട് ഇനിയും ചക്ക ഉണ്ടെന്നാ കൊള്ളാല്ല. ചക്ക അരിഞ്ഞ് തീരാറായപ്പോഴത്തേക്കും പിന്നെ അമ്മയുടെ വൃത്തിയാക്കൽ പരിപാടിയും തുടങ്ങി കേട്ടോ. തിരക്കൊഴിഞ്ഞ ദിവസം ആയതുകൊണ്ട് ഞായറാഴ്ചകളിലാണ് ഞങ്ങൾ ചക്ക അല്ലെങ്കിൽ മരിച്ചിനി സാധാരണ വെക്കാറ് പതിവ്. മറ്റുള്ള ദിവസങ്ങളിൽ എല്ലാ തിരക്കും കൂടെ കാരണം കഴിയാതെ പോവും. ഇനി അകത്തുള്ള കലാപരിപാടികളാണ്. ചക്കയെല്ലാം അരിഞ്ഞ് വൃത്തിയായി കഴുകിയെടുത്ത് ഇത് അരപ്പ് ചേർക്കുവാണേ. ചൂര മീനാണ് കിട്ടിയത്. കുറേ നാൾക്ക് ശേഷമാണ് മീൻ വാങ്ങുന്നത്. മീനൊന്നും വരാറില്ലായിരുന്നു ഇവിടെ. അപ്പോൾ ചൂര മീൻ കിട്ടി. അങ്ങനെ ഇത് ചക്ക പാകമായിട്ടുണ്ട്. അരപ്പ് ചേർത്ത ചക്ക ഞാൻ ഇളക്കുവാണേ. ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ ഉടങ്കലി മുളക് അല്ലെങ്കിൽ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക്, ഈ 3 ഏതെങ്കിലും മുളകിലൊരെണ്ണം ചേർക്കും കേട്ടോ. ഇത് 3 ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം മുളക് പൊടി ഇതാണ് ചേർക്കുന്നത്. ഇത് 3 ചേർത്തിട്ടാണ് ഇളക്കുന്നത്. ഞാൻ തുടുപ്പ് വെച്ചിട്ടാണ് ഇളക്കുന്നത് കേട്ടോ. പണ്ടുള്ളവർ ചെയ്യുന്ന അറിയാമല്ലോ, മരിച്ചീനിയും ചക്കയും വെക്കുമ്പോൾ തുടുപ്പ് വെച്ചിട്ടേ ചെയ്യുള്ളൂ. ഞാനതാണ് ഫോളോ ചെയ്യുന്നത്. ചക്ക, മരിച്ചീനി ഇത് രണ്ടും എത്ര കിട്ടിയാലും പോകും. ഭയങ്കര ഇഷ്ടമാണ് ചക്കയും മരിച്ചീനി. ഞങ്ങളെല്ലാവരും ഇവിടെ തറയിലിരുന്ന് ഇങ്ങനെയാണേ കഴിക്കണേ. ഈ കിച്ചണിൽ ഇരുന്ന് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ തറയിൽ നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഡൈനിങ് ടേബിളിൽ ഇരുന്നാൽ കിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ ബൈ.